മലപ്പുറം നിലമ്പൂർ മൂത്തേടം ചോളമുണ്ടയിൽ കാട്ടാന കുഴിയിൽ വീണ് ചെരിഞ്ഞു. വീടിന് സമീപമുള്ള സെപ്റ്റിക് ടാങ്കിലാണ് ആന വീണത്. കസേരക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആനയാണ് ചെരിഞ്ഞത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? ഇനി ആനയെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചോ? അർദ്ധരാത്രിയോട് കൂടിയാണ് ആന കിണറ്റിൽ വീണതെന്ന് സംശയിക്കുന്നത്. രാവിലെയോട് കൂടിയാണ് ഈ പ്രദേശവാസികൾ കാണുന്നത്. ഈ മുത്തേടം എന്ന് പറയുന്നത് നിലമ്പൂർ വനമേഖലയാണ്. സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ശല്യമൊക്കെയുള്ള മേഖലയാണ്. ഈ കസേര കൊമ്പൻ എന്ന് പറയുന്ന ആന ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായി പ്രദേശത്ത് ഇങ്ങനെ വിരിച്ച് നടക്കുന്നത് നാട്ടുകാർ കണ്ടു. പലപ്പോഴായി ആനയെ തുരത്താറൊക്കെ പതിവാണ്. ഇതിന്റെ രൂപസാദൃശ്യമൊക്കെ കണ്ട് ആളുകൾ ഇട്ട പേരാണ് കസേര കൊമ്പൻ എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ആന ഇറങ്ങുമ്പോൾ ആളുകളെ കാണുമ്പോൾ ഇത് 2 കാലും പിന്നോട്ടാണ് കസേരയിൽ ഇരിക്കുന്നതിന് സമാനമായ രീതിയിൽ ഇരിക്കുന്നത് കണ്ട് ആളുകൾ ഇട്ട പേരാണ് കസേര കൊമ്പൻ എന്നുള്ളത്. ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ ശുചിമുറി സെപ്റ്റിക് ടാങ്കിലാണ് ആന അകപ്പെട്ടിരിക്കുന്നത്. അതായത് വനം വകുപ്പ് കൂടി പറയുന്ന വിവരമനുസരിച്ച് ആനയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ലായിരുന്നു. ഈ 2 മാസങ്ങളായിട്ട് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഴിയിൽ അകപ്പെട്ട ആന ഈ കുഴിയുടെ ആഘാതം കൊണ്ട്, ഈ കുഴിയുടെ വലിപ്പം കൊണ്ടോ അത് വീണ ആഘാതം കൊണ്ടോ ആയിരിക്കില്ല ഈ ആനയ്ക്ക് തിരിച്ചു കയറാൻ സാധിക്കാതെ വന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ആനയെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോത്തി. ശരി അരുൺ. അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. ചെരിഞ്ഞ ആനയുടെ ശരീരം അവിടെ നിന്ന് നീക്കാനുള്ള നടപടികൾ ഒക്കെ നടക്കുകയാണ്. വിശദാംശങ്ങളാണ് അരുൺ അമൃതനാഥ് നൽകിയത്.